നമസ്കാരം. ഇന്നലെ രാത്രി ലോകം ശ്വാസമടക്കിപ്പിടിച്ച ഒരു വലിയ സംഭവവികാസത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. മിഡിൽ ഈസ്റ്റിൽ ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു പുതിയ സംഘർഷത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക ആക്രമണം നടത്തിയതിനു പിന്നാലെ ഇറാൻ ശക്തമായ തിരിച്ചടിക്ക് ഒരുങ്ങുന്നതായി സൂചനകൾ നൽകിയിരുന്നു. ഇറാനിലെ പരമോന്നത നേതാവ് ശത്രുവിന് ശിക്ഷ നൽകുമെന്ന് പ്രഖ്യാപിക്കുകയും ഇപ്പോൾ ആ ശിക്ഷ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയുമാണ്. അമേരിക്കയെ പിന്തുണയ്ക്കുന്ന ഏതൊരു രാജ്യവും തങ്ങളുടെ ശത്രുവാണെന്നും ആക്രമിക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയത് ഇന്നലത്തെ സംഭവവികാസങ്ങളിൽ ഏറെ നിർണായകമായിരുന്നു. അമേരിക്കൻ ഭൂപ്രദേശങ്ങൾ അറ്റ്ലാന്റിക് സമുദ്രത്തിനപ്പുറം പടിഞ്ഞാറാണെന്നും അവിടെ ഇറാനിയൻ മിസൈലുകൾക്ക് എത്താൻ കഴിയില്ലെന്നും നമുക്കറിയാം. അതുകൊണ്ടുതന്നെ മിഡിൽ ഈസ്റ്റിലോ ലോകത്തെവിടെയെങ്കിലുമോ അമേരിക്കയെ പിന്തുണയ്ക്കുന്ന ഏതൊരു രാജ്യവും തങ്ങളുടെ ശത്രുവാണെന്നും ആക്രമിക്കുമെന്നും ഇറാൻ വ്യക്തമാക്കി. അമേരിക്ക യുദ്ധം ആരംഭിച്ചു, ഞങ്ങൾ അത് അവസാനിപ്പിക്കും എന്നായിരുന്നു ഇറാന്റെ പ്രഖ്യാപനം. ഈ പ്രഖ്യാപനത്തിന് പിന്നാലെ ഇന്നലെ രാത്രി ഇറാൻ മിഡിൽ ഈസ്റ്റിലെ യുഎസ് വ്യോമതാവളങ്ങളിൽ ആക്രമണം തുടങ്ങി. പ്രത്യേകിച്ച് ഖത്തറിലെ യുഎസ് എയർബേസുകളാണ് ലക്ഷ്യമിട്ടത്. നിരവധി മിസൈലുകൾ പ്രയോഗിക്കപ്പെട്ടു. ഈ ആക്രമണത്തെക്കുറിച്ചുള്ള രണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് നിലവിലുള്ളത്. തങ്ങൾക്ക് കാര്യമായ നാശനഷ്ടങ്ങൾ വരുത്താൻ കഴിഞ്ഞുവെന്ന് ഇറാൻ അവകാശപ്പെടുമ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്ക ഇറാന്റെ ഈ പ്രതികരണം വളരെ ദുർബലമാണെന്ന് പറയുന്നു. നിലവിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ മിഡിൽ ഈസ്റ്റിലുള്ള പ്രധാന യുഎസ് സൈനിക താവളങ്ങൾ ഏതൊക്കെയെന്ന് അറിയേണ്ടത് അത്യാവശ്യമാണ്. 2024 യുഎസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസിന്റെ റിപ്പോർട്ടനുസരിച്ച് ലോകമെമ്പാടുമുള്ള 51 രാജ്യങ്ങളിലായി ഏകദേശം 128 വിദേശതാവളങ്ങൾ അമേരിക്കയ്ക്കുണ്ട്. ഇവയെ പ്രധാനമായും പെർസിസ്റ്റന്റ് ബേസുകളെന്നും സെലക്ടഡ് അതർ യുഎസ് മിലിറ്ററി സൈറ്റുകളെന്നും രണ്ടായി തിരിച്ചിരിക്കുന്നു. കഴിഞ്ഞ 15 വർഷമായി അമേരിക്കൻ പ്രതിരോധ വകുപ്പ് ഉപയോഗിക്കുന്നതും യുഎസ് സൈനിക പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ നിയന്ത്രണവുമുള്ള താവളങ്ങളെയാണ് പെർസിസ്റ്റന്റ് ബേസുകൾ എന്ന് വിളിക്കുന്നത്. ഇവ വളരെ പ്രധാനപ്പെട്ടതും എണ്ണത്തിൽ കുറവുമാണ്. ഈ രണ്ട് മാനദണ്ഡങ്ങളും പാലിക്കാത്തവയാണ് മറ്റ് സൈറ്റുകൾ. മിഡിൽ ഈസ്റ്റ് ഭൂപടം നോക്കിയാൽ കുവൈറ്റ്, ബഹ്റൈൻ, ഖത്തർ എന്നിവിടങ്ങളിലുള്ള ചുവന്ന നിറത്തിൽ അടയാളപ്പെടുത്തിയവയാണ് അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പെർസിസ്റ്റന്റ് ബേസുകൾ. ഇറാഖിലെ ഓറഞ്ച് നിറത്തിലുള്ളവ മറ്റ് താവളങ്ങളാണ്. കുവൈറ്റിലെ അൽ മുബാറക്, അൽ ജാബർ എയർബേസുകൾ, ബഹ്റൈനിലെയും ഖത്തറിലെയും അൽ ഉദൈദ് എയർബേസ്, യുഎഇയിലെ അൽ ദഫ്ര എയർബേസ് എന്നിവയാണ് പ്രധാനപ്പെട്ട യുഎസ് താവളങ്ങൾ. ഈ താവളങ്ങളിൽ ഏറ്റവും നിർണായകമായവ ബഹ്റൈനിലും ഖത്തറിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ബഹ്റൈനിൽ യുഎസ് നേവിയുടെ 5ാം ഫ്ലീറ്റും യുഎസ് നേവൽ ഫോഴ്സസ് സെൻട്രൽ കമാൻഡിന്റെ ആസ്ഥാനവും പ്രവർത്തിക്കുന്നു. ഇത് ഇറാനിൽ നിന്ന് വളരെ അകലെയല്ല. 1948 മുതൽ യുഎസ് നേവി ഇതുപയോഗിച്ചുവരുന്നു. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ യുഎസ് സൈനിക താവളം ഖത്തറിലെ അൽ ഉദൈദ് എയർബേസാണ്. ഇവിടെ സെൻട്രൽ കമാൻഡിന്റെ മുൻനിര ഘടകങ്ങളും വ്യോമസേനയും പ്രത്യേക ഓപ്പറേഷൻ സേനകളും നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി ഇറാൻ അമേരിക്കൻ താവളങ്ങളിൽ ആക്രമണം നടത്തിയത് ഈ ഖത്തറിലെ അൽ ഉദൈദ് എയർബേസിലാണ്. ഡൊണാൾഡ് ട്രംപ് ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താൻ അനുമതി നൽകിയതിനു പിന്നാലെ ഇറാൻ തിരിച്ചടിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഏകദേശം രാത്രി 9 മണി കഴിഞ്ഞ് 30 മിനിറ്റോടെയാണ് ഖത്തറിലെ ദോഹയ്ക്ക് സമീപം അൽ ഉദൈദ് എയർബേസിൽ ആക്രമണം നടന്നുവെന്ന വാർത്തകൾ പുറത്തുവന്നത്. ഈ എയർബേസിൽ 10,000-ലധികം യുഎസ് സൈനികരും ബോംബറുകളും ഡ്രോണുകളും ഉൾപ്പെടെ വലിയ സൈനിക സന്നാഹമുണ്ട്. ഇറാൻ ഫത്തേ 110, സുൽഫിക്കാർ തുടങ്ങിയ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചുവെന്ന് റിപ്പോർട്ടുണ്ട്. ആക്രമണം നടന്ന ഉടൻ തന്നെ യുഎസ് താവളത്തിലെ താൽഹഡ്, പേട്രിയറ്റ് പാക്-3 തുടങ്ങിയ എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ പ്രവർത്തനക്ഷമമായി. ഇറാൻ ഈ ആക്രമണത്തെ പ്രതീകാത്മകവും നിയന്ത്രിതവും എന്നാണ് വിശേഷിപ്പിച്ചത്. അമേരിക്ക തങ്ങൾക്ക് എത്ര ബോംബുകൾ വർഷിച്ചുവോ അത്രയും ബോംബുകൾ തിരിച്ചിട്ടു, അതുകൊണ്ടാണ് ആർക്കും പരിക്കേൽക്കാത്തത് എന്നാണ് അവരുടെ വാദം. ഖത്തറിനെ മുൻകൂട്ടി അറിയിച്ചതിനുശേഷമാണ് ഇറാൻ ഈ ആക്രമണം നടത്തിയത് എന്നത് ശ്രദ്ധേയമാണ്. യുഎസിന്റെ ഭാഗത്തുനിന്ന് ട്രംപ് ഇറാൻ 14 മിസൈലുകൾ തൊടുത്തുവിട്ടെന്നും അതിൽ 13 എണ്ണവും തടഞ്ഞുവെന്നും പറയുന്നു. ഇരുവാദങ്ങളും നിലവിൽ സ്ഥിരീകരിച്ചിട്ടില്ല. ഈ ആക്രമണത്തിനു മുൻപുതന്നെ അമേരിക്ക തങ്ങളുടെ പൗരന്മാർക്ക് ലോകമെമ്പാടും മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ സംഭവവികാസങ്ങളെ തുടർന്ന് മിഡിൽ ഈസ്റ്റിലെ വ്യോമാതിർത്തികൾ അടച്ചിട്ടു. കുവൈറ്റ്, ബഹ്റൈൻ, ഖത്തർ, യുഎഇ എന്നിവിടങ്ങളിലെ വ്യോമാതിർത്തികൾ അടച്ചതുകാരണം യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്കും ഏഷ്യയിലേക്കും പോകുന്ന നിരവധി വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു. എയർ ഇന്ത്യയുടെ വിമാനങ്ങളും താൽക്കാലികമായി നിർത്തിവച്ചു. ഖത്തറിലെ ഇന്ത്യൻ എംബസി അവിടുത്തെ ഇന്ത്യക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഖത്തറിലെ 3.1 ദശലക്ഷം ജനസംഖ്യയിൽ ഏകദേശം 8 ലക്ഷം പേർ ഇന്ത്യക്കാരായതിനാൽ ഇവിടത്തെ സാഹചര്യം ഇന്ത്യയ്ക്ക് വളരെ നിർണായകമാണ്. ഇറാന്റെ തന്ത്രം മിസൈൽ ആക്രമണം നടത്തുക, എന്നാൽ ആർക്കും ജീവാപായം വരുത്താതിരിക്കുക എന്നതാണ്. ഒരുപക്ഷേ പിന്നിൽ ചില ആശയവിനിമയങ്ങൾ നടക്കുന്നുണ്ടാവാം. യുഎസിന്റെ ഭാഗത്തുനിന്ന് നിലവിൽ തിരിച്ചടി നൽകാതിരിക്കാനാണ് സാധ്യത. പൂർണ്ണതോതിലുള്ള യുദ്ധത്തിന് നിലവിൽ സാധ്യത കുറവാണ്. കാരണം ഇരുവശവും നിലവിൽ സാഹചര്യം ശാന്തമാകുന്നതിന്റെ സൂചനകളാണ് കാണിക്കുന്നത്. ഇറാൻ പ്രതീകാത്മകമായ തിരിച്ചടിയാണ് നൽകിയത്. യുഎസ് ഇതുവരെ തിരിച്ചടിച്ചിട്ടില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ താൽപര്യങ്ങളെ ഹനിക്കാത്ത രീതിയിൽ
സംയമനം പാലിക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നു. മറുവശത്ത് റഷ്യയും ചൈനയും ഇറാനുമായി നയതന്ത്ര ചർച്ചകൾ നടത്തുന്നുണ്ട്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി നേരിട്ട് സംസാരിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. മിഡിൽ ഈസ്റ്റിലെ ഈ പുതിയ സംഘർഷം ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഈ സാഹചര്യം എങ്ങനെ വികസിക്കുമെന്ന് കണ്ടറിയണം. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.